കൊടുക്കണം 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 കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ, നമ്മുടെ മഹല്ലത്തിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. 1, 2, 3 സ്ഥാനം അവരെ പരിഗണിക്കണം. അല്ലാ ചില ആളുകളുണ്ടല്ലോ സ്വന്തം പെങ്ങളെ കുട്ടിയതാ ഒരു 10 പവൻ സ്വർണം കിട്ടാത്തതിന്റെ പേരില്, ഒരു 5 പവന്റെ സ്വർണം കിട്ടാത്തതിന്റെ പേരില് കല്യാണം കഴിച്ചു കൊടുത്തേക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ ഇവന്റെ കുടുംബത്തിലുണ്ട്. ഇവന്റെ സ്വന്തം പെങ്ങളുണ്ട്. ഇവന്റെ സ്വന്തം പെങ്ങൾ അതാ വീഴാനായ ഒരു വീട്ടിലാണ് താമസം, പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലാണ് താമസം. നിത്യ ചെലവിന് വകയില്ല. അവർക്ക് ഒരു നേരത്തെ കഞ്ഞിയുടെ പൈസ, ഒരു നേരത്തെ ഭക്ഷണം, ഒരു മാസത്തെ ഭക്ഷണത്തിന്റെ കിറ്റ് കൊടുക്കാൻ ഇവന് കഴിയൂല. അതേ സമയത്ത് പേരും പ്രശസ്തിയുമുള്ള പേര് കേട്ട സ്ഥലത്തേക്ക് ഇവന്റെ പേര് സ്റ്റേജിന്റെ മുകളിൽ വെച്ച് 1000 വട്ടം പറയുന്ന സ്ഥലം എവിടെയുണ്ടോ അവിടെ കൊടുക്കുന്നു. അല്ലാ അല്ലാ മോനെ, നാളെ ആഖിറത്തിൽ നിനക്ക് രക്ഷയില്ല, നിനക്ക് രക്ഷയില്ല. നിന്റെ കുടുംബത്തിൽ പാവപ്പെട്ടവനുണ്ട്, നിന്റെ കുടുംബത്തിൽ വീടില്ലാതെ കഷ്ടപ്പെടുന്നവനുണ്ട്, നിന്റെ കുടുംബത്തിൽ ഒരു ദിവസത്തെ മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു മാസത്തെ മരുന്ന് വാങ്ങണമെങ്കിൽ 5000 6000 കൊടുക്കണം. നിത്യരോഗിയാണ്. അവനെ പരിചരിക്കാതെ, അവനെ മൈൻഡ് ചെയ്യാതെ, അവനെ ഒരു നോക്ക് കാണാതെ നീ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ടോ? അല്ലാഹ് വിടൂല്ല, അല്ലാഹ് വിടൂല്ല. അതാണ് മുത്തുനബി പറഞ്ഞത്, ബിഹബ്ബിൽ മസാക്കീൻ. സാധുക്കളെ പ്രിയം വെക്കണേ, സാധുക്കളെ പ്രിയം വെക്കണേ. സാധുക്കളെ വീട്ടിലേക്ക് പോകണം. ആലിമീങ്ങൾ സാധുക്കളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം, സാധുക്കളെ വീട്ടിലേക്ക് പോകണം. ആ സാധുക്കളെ രോഗമായി കടന്നാൽ സന്ദർശിക്കണം. ഒരു പക്ഷേ അവന്റെ കയ്യിലൊന്നും തരാനില്ല, അവിടേക്കാണ് പോകേണ്ടത്. മുത്തുനബി പഠിപ്പിച്ചതെന്താണ്? എന്നെ നിങ്ങൾക്ക് കാണണമോ, എന്നെ തിരയണമോ? ഞാൻ പാവപ്പെട്ടവന്റെ വീട്ടിലുണ്ടാകുമെന്ന് ഹബീബുനാ ശഫീഉനാ ത്വാഹ റസൂലുള്ളാഹി. اللهم أحيني مسكينا وأمتني مسكينا واحشرني في زمرة المساكين. ഓ മുഅ്മിനീങ്ങളെ, ഓ മുഹബ്ബീങ്ങളെ, നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെ പാവപ്പെട്ടവരെ പ്രിയം വെക്കണം, സാധുക്കളെ പ്രിയം വെക്കണം. സുബ്ഹാനല്ലാഹ്. സാധുക്കൾക്ക് കൊടുക്കണം. നമ്മളെ വീട്ടിലൊക്കെ പിരിവിന് വരുമ്പോ അഡ്രസ് ഇല്ലാത്ത, സുബ്ഹാനല്ലാഹ്, അഡ്രസ് ഇല്ലാത്ത ഒരൊറ്റാൾക്കും ഒന്നും കൊടുക്കരുത്. കാരണം ഇന്ന് എന്താണ് അവസ്ഥ? പലരും പല കോലത്തിലാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. പള്ളിക്കും മദ്രസക്കും ഒക്കെ പിരിവിന് വരുന്നു. 40% കമ്മീഷനാണ്. ഓ ചെറുപ്പക്കാരാ, ഓ മുഅ്മിനീങ്ങളെ, പള്ളിക്ക് ഒരാള് പള്ളിക്ക് നിയ്യത്ത് വെച്ച് പൈസ കൊടുത്താൽ സുബ്ഹാനല്ലാഹ്, കൊടുത്തതിൽ നിന്ന് 40% എടുത്തു മാറ്റുകയാണ്. ഈ പിരിക്കാമെന്ന് ആക്ക് കൊടുക്കുകയാണ്. അതേ പള്ളിയുടെ നിയ്യത്ത് മാറിയില്ലേ? ഓ ഉമ്മ, ഓ പെങ്ങളെ, പിരിവിനൊക്കെ വരുമ്പോ അതേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പലതുമുണ്ടെന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നന്നാക്കുമാറാകട്ടെ, അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ, അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പൊ ഉസ്താദുമാരെ കൊണ്ട് ആക്രി പഠിപ്പിക്കുന്ന കാലമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നമ്മളെയൊക്കെ വീടുകളിൽ പഴയ മുസ്ഹഫുകളുണ്ടല്ലോ, മദ്രസാ പുസ്തകങ്ങളുണ്ടല്ലോ, അതേ മഹാന്മാരുടെ ചരിത്രങ്ങൾ എഴുതിയ അതേ ബുക്കുകളുണ്ടല്ലോ, വാരികളുണ്ടല്ലോ. ഇതൊന്ന് എടുത്തുകൊണ്ടുപോയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഒന്ന് തയ്യാറാ
ചെറുപ്പക്കാരായാൽ സുബ്ഹാനല്ലാഹ് എത്ര കുറ്റത്തിൽ നിന്ന് വീട്ടുകാർ ഒഴിവാകും. നിങ്ങൾ കണ്ടില്ലേ ഈ വർഷം ന്യൂ ഇയർ ആഘോഷിച്ചപ്പോ ന്യൂ ഇയറിന് പടക്കം പൊട്ടിച്ചില്ലേ നമ്മുടെ നാടുകളിൽ ചെറുപ്പക്കാർ? സുബ്ഹാനല്ലാഹ് ബീച്ചിൽ പൊട്ടിച്ചു, അതേ പല സ്ഥലത്തും പൊട്ടിച്ചു. ആ പടക്കത്തിന്റെ ആ പടക്കം പൊതിഞ്ഞ ഓലയുടെ ഉള്ളില് എന്ത് പേപ്പറാണുള്ളത്? പരിശുദ്ധ ഖുർആനിന്റെ പേപ്പറാണ്, ഖുർആൻ എഴുതിയ പേപ്പറാണ്. വാട്സപ്പിൽ വന്നു, ഫേസ്ബുക്കിൽ വന്നു, അതേ പലതിലും വന്നിട്ട് എന്തേ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കാത്തത്? അതിനെപ്പറ്റി ഒന്ന് കാമാമുണ്ടാത്തതെന്തേ? ഓ ചെറുപ്പക്കാരാ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണേ. നബി തങ്ങൾ പഠിപ്പിക്കുന്നു, അതേ പാവപ്പെട്ടവരോട് അടുത്തു നിൽക്കണം, പാവപ്പെട്ടവരോട് ഓരം ചേർന്ന് നിൽക്കണം, പാവപ്പെട്ടവരോട് ചാരി നിൽക്കണം. എന്ത് വേണമെന്നറിയുമോ? നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. നിന്നേക്കാൾ താഴെ എന്ന് പറഞ്ഞാൽ വലുപ്പത്തിലല്ല, നിനക്ക് എത്ര വരുമാനമുണ്ടോ നിന്റെ വരുമാനത്തിന് താഴെ വരുമാനമുള്ളവരിലേക്ക് നോക്കണം, വലിയ വരുമാനമുള്ളവരിലേക്ക് നോക്കരുത്. ഞാനിപ്പോൾ ടെറസിട്ട വീട്ടിലാണ്, സുബ്ഹാനല്ലാഹ്, അപ്പുറത്ത് അതാ അഹമ്മദ്, അല്ലെങ്കിൽ മുഹമ്മദ് ജബ്ബാർ, അല്ലെങ്കിൽ ആയിഷ സുബൈദ ഓടിട്ട വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഷീറ്റിട്ട വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായ വീട്ടിലാണ്, അവരതാ വാടക വീട്ടിലാണ്, ലയൺ റൂമിലാണല്ലോ താമസിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ടതാ ബോധറിഫാരി തങ്ങൾ പറയാണ്, കുടുംബ ബന്ധം ചേർക്കണേ. ഇങ്ങോട്ട് തെറ്റി നിന്നാലും ഇങ്ങോട്ട് അതാ തെറ്റി നിന്നാലും അങ്ങോട്ട് അടുപ്പം കാണിക്കണം, ഇങ്ങോട്ട് മിണ്ടാതിരുന്നാലും അങ്ങോട്ട് അടുക്കണം. എന്ന ദിക്ർ അധികരിപ്പിക്കണേ. എന്നിട്ട് പറയുന്നു, അതേ എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യം തുറന്ന് പറയണേ, സത്യം തുറന്ന് പറയണേ. വലാ തഖുദനി ഫില്ലാഹി ലൗമത ലായിം. അവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ വിഷയത്തില്, അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തില് ഒരു വിമർശകന്റെയും ഒരാക്ഷേപക്കാരന്റെയും ആക്ഷേപത്തെയും വിമർശനത്തെയും പേടിക്കരുത്, അതേ മാറി നിൽക്കരുത് കേട്ടോ. വഅന്നുകസറമിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കണം. ജനങ്ങളോട് ഒന്നും ചോദിക്കാതിരിക്കണം. സുബ്ഹാനല്ലാഹ്, ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, കുടുംബത്തിൽ കഴിവുള്ളവരുണ്ട്, മക്കൾ നല്ല അധ്വാനിക്കുന്ന മക്കളുണ്ട്, എന്നിട്ടും അതാ യാചിച്ച് നടക്കുന്നവർ ചിലരുണ്ട്. പടച്ച റബ്ബേ, കളവ് പറഞ്ഞിട്ട് യാചിക്കുന്നവർ പാടില്ലേ, പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലാഹ് നമുക്ക് തന്ന ആരോഗ്യം, അല്ലാഹ് നമുക്ക് തന്ന ആയുസ്, സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കളെ നമ്മൾ നല്ല നിലയിൽ പോറ്റി വളർത്തണം. ഒരു മക്കളും നമ്മുടെ കഴുത്തിലേക്ക് കടാര വെക്കരുത്, ഒരു മക്കളെയും നമ്മൾ അങ്ങോട്ടും ആക്രമിക്കരുത്. മക്കൾക്ക് അതാ പരിധിയിൽ വിട്ട് സ്വാതന്ത്ര്യം കൊടുക്കരുത്, പരിധിയിൽ വിട്ട് പണം കൊടുക്കരുത്. അതേ സുബ്ഹാനല്ലാഹ്,
മക്കളെ ലാളിക്കണം, പരിധി വിടരുത്. മക്കളെ താലോലിക്കണം, പരിധി വിടരുത്. മക്കൾക്ക് നല്ല നല്ല ഭക്ഷണം കൊടുക്കണം, അതേ പരിധി വിട്ടുപോകരുത്. അല്ലാ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, പരിധി വിട്ടുപോകരുത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. അതേ മുതലും സമ്പത്തും മക്കളും ദുനിയാവിന്റെ പ്രൗഢിയാണെന്ന് പറയുമ്പോ അതേ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നിങ്ങൾക്ക് തന്ന സമ്പത്തുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അത് നിങ്ങളുടെ നാശമാണ്, നിങ്ങളുടെ നാശമാണ്. അല്ലാഹ് നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹു നമുക്കൊക്കെയും റാഹത്ത് നൽകട്ടെ.